ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് രാവിലത്തെ കടി ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ കടി ഉണ്ടാക്കണേ. തലേ ദിവസത്തെ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ടേന്. അപ്പോൾ അതിക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നീട്ടിക്കാണ്ട് ഒരു കറിയാക്കി ചപ്പാത്തി ആക്കാമെന്ന് കരുതി കേട്ടോ. ചപ്പാത്തി ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാകുമ്പോഴേ ചപ്പാത്തി ഒരു കൈക്കോളും മക്കൾക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. ചിക്കൻ കറി തോനൊന്നും ബാക്കിയില്ല കേട്ടോ, കുറച്ചുള്ളൂ. എന്നാലും ഞാനത് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നീട്ടിക്കാണ്ട് ഒരു കറി ഇങ്ങോട്ട് ആക്കിയേക്കാണ്. നല്ല നീട്ടിയൊരു കറിയാണ് വെച്ചേക്കാണ് കേട്ടോ. എങ്ങനെ ആയാലും എന്താ പറയുക, മക്കൾ ചപ്പാത്തി ഇതാക്കുക, അല്ലെങ്കിൽ ഇറച്ചിൻ്റെ ഒരു ചായ മതിയല്ലോ അല്ലേ. അതിൻ്റെ ഒരു ചായ കിട്ടിയാൽ തന്നെ മക്കൾക്കൊക്കെ ചപ്പാത്തി ആയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ഉള്ളിയും തക്കാളിയൊക്കെ നീട്ടിയൊരു കറി ഇങ്ങോട്ട് വെച്ചേക്കാണ്. അങ്ങനെ ചായയും കറിയും അവിടെ റെഡി ആയിട്ടോ. ഇനി ചപ്പാത്തി ഓരോന്ന് ചുട്ടുകൊണ്ടൊക്കെയാണ്. ചപ്പാത്തി പരത്തണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെന്താ ചപ്പാത്തി മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ നീണ്ട കറി കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നീട്ടിയേക്കാണ്. കഷ്ണം അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ, മുങ്ങിത്തപ്പുക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ കേട്ടോ. പിന്നെ ഇതാ ചോറിനുള്ള വെള്ളം വിറകടുപ്പിൽ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് സ്കൂൾക്ക് കൂട്ടാൻ കൊടുത്തേക്കണത് വെണ്ടക്ക പൊരിച്ചതും അതേമാതിരി പയറുപ്പേരിയും വെച്ചുകൊടുക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ഇന്ന് എക്സാം ആണെങ്കിലും 2 പരീക്ഷ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് വേണം. അങ്ങനെ ഞാനിതാ വെണ്ടക്കൊക്കെ പൊരിച്ച് ആദ്യത്തെ ട്രിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ പാടത്തെ വെണ്ടക്കയും പയറൊക്കെ തന്നെയാണ് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഇട്ടെടുത്തതാ പൊരിച്ച് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ട്രിപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും പൊരിച്ചണില്ല, ഇന്ന് 2 മാത്രം മതി. ഞാനറിയാതെ അങ്ങോട്ട് കുറേ ആണെന്ന് നുറുക്കിപ്പോയി. ഇനി ബാക്കി നാളെ പൊരിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അത് ബാക്കിയുള്ള ഫ്രിഡ്ജൊക്കെ വെക്കും. അങ്ങനെ അതാണ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് പയറുപ്പേരി മറ്റേ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ചൂടാക്കിയതാണ്, കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് അരിഞ്ഞ് വെച്ച പയറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് പരിപ്പും വെള്ളരിയാണ് കേട്ടോ. നമ്മളെ പാടത്തെ വെള്ളരി തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉപ്പേരിയും വെണ്ടക്ക പൊരിച്ചതും വെള്ളരിയൊക്കെ നമ്മളെ പാടത്തെ പച്ചക്കറി തന്നെയാണ് കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ ഞാൻ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരിഞ്ഞ് വെച്ച വെള്ളരിക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എരിവില്ലാത്ത മുളകും പൊടി ആയതുകൊണ്ടാട്ടോ ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തത്. തന്നെ ഫുഡ് കഴിച്ച സമയത്ത് ഇത് കറി തീരെ എരിവില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരിപ്പും വെള്ളരിയും കറി വെച്ചാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. വെള്ളരി ഒറ്റക്ക് വെച്ചവരാരും കഴിക്കൂല. അപ്പം പരിപ്പും വെള്ളരിയും തക്കാളി ഇങ്ങനെ ഇട്ട് വെച്ചാൽ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തക്കാളി മുറിച്ചെടുത്ത് ഇപ്പം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ അടുക്ക് മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മക്കൾ സ്കൂൾക്ക് പറഞ്ഞതിന് ശേഷം വേണം മീനൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ കേട്ടോ. അങ്ങനത്തെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിക്ക് നാളികേരം അരക്കും കേട്ടോ. നാളികേരം നല്ല ജീരകം വെളുത്തുള്ളി ഇട്ട് നാളികേരമൊക്കെ അരച്ചെടുക്കും. അപ്പോൾ ഞാൻ ഉപ്പേരി ഒന്ന് വന്നിക്കണമെന്ന് നോക്കിയതാട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചോറ് വെന്തട്ടാ അതവിടെ ഊറ്റി വെച്ച് കറി വേവിച്ചോട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓനിന്ന് റിജുവിന് നൂഡിൽസ് തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പീടികയിലൊക്കെ പോയി നൂഡിൽസ് കൊണ്ടുവന്നപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റൂബിമോള് മദ്രസ തൊട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് സ്കൂളിൽ പോകാൻ കേട്ടോ. അപ്പോൾ സലാമൊക്കെ പറഞ്ഞ് പോവാണ്. റിജുമോൻ അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്, വണ്ടി വരാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കുട്ടികളൊക്കെ പോയതിന് ശേഷം മീനൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നാളികേരമൊക്കെ നേരത്തെ അരച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി ആ ചട്ടി തന്നെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിക്കണം മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് മാന്തൾ മീനാണ് കേട്ടോ കിട്ടിയത്. പച്ച മാന്തളില്ലേ, ആ മീനാണ്. അതെന്താ നമ്മൾ മീനും ഇവിടെ റെഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്ക് മാത്രം വറുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. രാത്രി ഇനി ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രം പൊരിച്ചുള്ളൂ. അങ്ങനത്തെ നമ്മളെ ക്ലീനിങ്ങും കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തിട്ടോ. പിന്നെ മക്കൾ വരാനായപ്പോക്കിന് കിച്ചണിക്ക് വീണ്ടും വന്ന് ചായയൊക്കെ കഴിച്ചപ്പോൾ ചിപ്സും ചായയും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ